പ്രൈം വിറ്റ്നസിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഓണാഘോഷം ഞാൻ നേരുകയാണ്. മലയാളിയുടെ ഓണാഘോഷം പൊടി പിടിക്കാൻ തുടങ്ങി. എല്ലാ മുക്കിലും മൂലയിലും ഓണം എത്തിക്കഴിഞ്ഞു. ഓണത്തിൻ്റെ സന്തോഷകരമായ ദിനങ്ങളാണ് ഇനിയും വരാൻ പോകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സർക്കാർ ലെവലിലും സമൂഹത്തിലെ മറ്റ് സംഘടനകളുമൊക്കെ ഓണം ആഘോഷപൂർവ്വം കൊണ്ടാടാൻ ശ്രമിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങളും മറ്റു സ്റ്റേറ്റിലെ ജനങ്ങളെല്ലാവരും അവരെല്ലാം നമ്മുടെ ഓണാഘോഷത്തിൻ്റെ മെസ്സേജിൽ ആകൃഷ്ടരാണ്. പാമരനെയും അതുപോലെ തന്നെ സമൂഹത്തിലെ എല്ലാ ആൾക്കാരെയും ഒരേ നിലവാരത്തിൽ ഒരേ കണ്ണുകൊണ്ട് കാണുന്ന അത്ര വലിയ ഒരു തത്വമാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മാതൃകാപരമായ ഒന്ന് തന്നെ ഈ ഓണാഘോഷം. ഇതൊരു ആഘോഷമല്ല, എല്ലാ മനുഷ്യരെയും തുല്യരായി കാണുന്നത് സമൃദ്ധിയുള്ള ഒരു ജനതിഥി ജാതി മത ചിന്തയില്ലാതെ അവരെ വളർത്തിക്കൊണ്ടുവരാൻ മാവേലി മന്നൻ ശ്രമിച്ചതായാണ്. അതിൻ്റെ ഒരു ആഘോഷം ഇന്നും നമ്മൾ നിലനിർത്തി പോരുന്നു. വളരെ നല്ല കാര്യം എല്ലാ മനുഷ്യരെയും ഒന്നിച്ച് കാണുന്നത്. ഇപ്പോൾ സർക്കാർ നിലവാരത്തിലും അവിടെ പഞ്ചായത്തിൻ്റെയും കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റി നിലവാരത്തിലൊക്കെ ആഘോഷങ്ങൾ വാർഡ് തോറും പൊടിപൊടിച്ച് നടക്കുകയാണ്. സർക്കാർ ഓഫീസുകളിലെല്ലാം ആഘോഷങ്ങളുണ്ട്. ഞാനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് സബ് ഇൻസ്പെക്ടറായി തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ നമ്മൾ വ്യത്യസ്തമായാണ് ഈ ഓണാഘോഷം കണ്ടത്. കാരണം അന്ന് വലിയ ശമ്പളമില്ല ആൾക്കാർക്ക്, അന്ന് ദാരിദ്ര്യം ഉള്ള സമയം തന്നെയാണ്. എങ്കിലും പല സ്ഥലങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന ആഘോഷങ്ങളൊന്നുമില്ല. എങ്കിലും ചില സംഘടനകളിൽ ചില അന്നദാനം നടത്തും. കാരണം ഓണത്തിന് അന്ന് പല വീട്ടിലും കഞ്ഞി വെക്കാൻ കഴിയാത്ത വീടുകളുണ്ട്. എന്തായാലും എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്നത്, അന്ന് ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ഇന്നത്തെ ട്രാൻസ്പോർട്ട് ഭവൻ്റെ അവിടെ പഴയ ഒരു ഇരുനില കെട്ടിടമായിരുന്നു. അത് കൊട്ടാരത്തിലെ മഹാരാജാവ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എഴുന്നള്ളുമ്പം അതിനു വേണ്ട പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുക ഉത്തരവാദിത്വത്തോടെ അന്ന് തുടങ്ങിയതാണ്. പക്ഷേ ക്രമേണ ആ പുത്തരിക്കണ്ടം മുഴുവൻ ആൾക്കാർ കൊണ്ട് നിറഞ്ഞു, കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞു, ചാല നിറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ലോ ആൻഡ് ഓർഡർ വലിയ പ്രശ്നങ്ങളായി. ക്ഷേത്രത്തിൻ്റെ സെക്യൂരിറ്റി മാത്രമല്ല പൊതുജനങ്ങളുടെ സെക്യൂരിറ്റി കൂടെ നോക്കേണ്ടി വന്നു. അതാണ് പഴയ കാലം. എങ്കിലും ഫോർട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ ഞങ്ങളൊക്കെ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന കാലത്തും ഓണം ഉണ്ടാവും. അത്യാവശ്യം ആൾക്കാർ വീട്ടിൽ ഉച്ചയ്ക്ക് പോയി ആഹാരം കഴിക്കും. പോലീസ് സ്റ്റേഷനിൽ ഇന്നത്തെ പോലെ ആഹ്ലാദകരമായ രീതിയിലുള്ള ഓണസദ്യകളൊന്നുമില്ല, പല ഓഫീസിലൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ അവിടെ ഓണസദ്യ ഇല്ല എങ്കിലും അത്യാവശ്യം അവിടെ പരിസരത്ത് നിന്ന് ചില കടകളെ സമീപിച്ച് അവിടെയുള്ളവരെല്ലാം സമൃദ്ധമായ അന്ന് ഉച്ചയ്ക്കുള്ള ഊണ്, പായസം ചേർത്തുള്ള ഊണ് അത് കഴിക്കും. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡ്യൂട്ടിയിലുള്ളവർ പോയി വന്ന് സ്വല്പം താമസിച്ചാലും കഴിക്കും. നല്ല പാൽപ്പായസവും ഉണ്ടാവും. അതാണ് ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, വലിയ പണം മുടക്കില്ലാതെ. കാരണം അവരവരുടെ ലിമിറ്റിനകത്ത് ഒതുങ്ങുന്ന ഒരു ഓണം സദ്യ. പക്ഷേ എല്ലാവരും തുല്യമായിട്ട് കാണണമല്ലോ. അങ്ങനെ ഞാനൊരു നിർദ്ദേശം വെച്ചു. കാരണം ഓണമാണെങ്കിലും പാവങ്ങൾക്കെല്ലാവരും ഓണം ലഭിക്കുമെങ്കിലും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട്. അന്നത്തെ പുത്തരിക്കണ്ട മാധവി എന്ന് പറയുന്ന ഒരു ലേഡി, രാത്രികാലങ്ങളിലൊക്കെ ഞാനൊക്കെ പോയി അവരെ പിടിച്ചുകൊണ്ട് വരും. അവർ പുത്തരിക്കണ്ടം മൈതാനത്തെ, തിരുവനന്തപുരം നമുക്കറിയാം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് അവിടെ പുത്തരിക്കണ്ടം മൈതാനം ഇന്ന് വളരെ സജീവമാണ്, ഭയങ്കര ബിസിനസ് സെൻ്ററാണ്. ആ മൈതാനം വന്ന് കാട് പിടിച്ച് കിടക്കും. എന്തിനും അന്നും മൈതാനമുണ്ട്. പഴയ കാലത്ത് അവിടെ നെൽവയൽ, അവിടെ നെല്ല് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. അതിൻ്റെ പിന്നറ്റത്ത് ആണ് എപ്പോഴും പുത്തരിക്കണ്ടം മാധവിയും മാധവിയുടെ കൂടെയുള്ള സ്ത്രീകളും കാണുക. എങ്കിലും ആ പുത്തരിക്കണ്ടം മാധവിക്ക് ഈ പോലീസ് സ്റ്റേഷൻ്റെ തിണ്ണയിലിരുന്ന് ഞങ്ങൾ ആഹാരം കൊടുത്തു. മാധവിയുടെ മകൻ അന്ന് ഒരു ക്രിമിനലാണ്, അയാൾ ധാരാളം കേസിനകത്ത് പ്രതിയാണ്. അന്ന് ഡ്രഗ്സ് ഇല്ല, അന്ന് മദ്യപിച്ചും കഞ്ചാവ് അടിച്ചും പോസായി റോഡിൽ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാക്കുന്നവനാണ്. അവനെയും വിളിച്ചെടുത്ത് മാധവിയുടെ മകനും. പിന്നെ അവിടെ ഒരു ഭ്രാന്ത് അഭിനയിച്ച് നടക്കുന്ന ഭ്രാന്തിയായ അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു, പിന്നീട് മരിച്ചു. കൊട്ടാരത്തിലെ തമ്പുരാനെ അന്ധമായി സ്നേഹിക്കുന്ന ഒരു സ്ത്രീ സീത. ആ സ്ത്രീ പൂചൂടി എപ്പോഴും ഒരുങ്ങി രാജാവ് എഴുന്നള്ളും വരുമ്പം ആ സൈഡിലൊക്കെ നിൽക്കും. അവരെ എപ്പോഴും രാജാവിനെ സ്നേഹിച്ചും രാജാവിനെ പ്രേമിച്ചും രാജാവ് കല്യാണം കഴിക്കും എന്നുള്ള വിശ്വാസത്തിൽ ആ പ്രായത്തിൽ, നല്ല പ്രായത്തിലും അവർ ആ വഴിയൊക്കെ നടന്ന് ഭ്രാന്ത് പിടിച്ച് നടക്കും. അവരെയും കൊണ്ട് ഇരുത്തി ഇലയിട്ടു ഊണ് കൊടുത്തു നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ തിണ്ണയിൽ.
അതുപോലെ അന്നത്തെ ചില കള്ളന്മാരും ക്രിമിനൽസും ഉണ്ട്. ആ ദിവസം അതുങ്ങൾക്കും ചിലരെ കണ്ട കള്ളന്മാരെ, പൊക്കറ്റടിക്കാരെ, അങ്ങനെയുള്ള ക്രിമിനൽസിനെ 10-12 പേർക്ക് ഞങ്ങൾ ആ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ വരാന്തയിൽ ഇരുന്ന് ചോറ് കൊടുക്കും. അടുത്ത ദിവസം തന്നെ ചിലപ്പോൾ അവരെയൊക്കെ അറസ്റ്റ് ചെയ്തെന്ന് വരും. ഞങ്ങളുടെ ഓണാഘോഷം അങ്ങനെയായിരുന്നു പോലീസ് സ്റ്റേഷനിലെ. കാരണം പൊതുജനങ്ങൾ, അവിടുത്തെ പണക്കാരും എല്ലാം വലിയ സദ്യയൊക്കെ അവരുടെ വീടുകളിൽ നടത്തും. നമുക്ക് ഓണമാണെങ്കിലും ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാവും. ഓണത്തിന്റെ ആഘോഷം അമിതമായി കഴിഞ്ഞാൽ അടിപിടി, കുത്ത്, വെട്ടൊക്കെ നടക്കും. അതുകൊണ്ട് വളരെ വിജിലൻ്റായി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുണ്ടാകണം. ഓണമൊക്കെ ഉണ്ടാവും. ഓണത്തിനൊക്കെ ഞങ്ങൾ പങ്കെടുക്കുമെങ്കിലും അത്യാവശ്യം ഡ്യൂട്ടി കഴിഞ്ഞ ശേഷമുള്ളൂ. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലെ വീട്ടിൽ പോകാൻ പറ്റാത്തവർ, ചിലപ്പം ദൂരെയുള്ളവർ, അവർ പോലീസ് സ്റ്റേഷനിലെ അടുത്തുള്ള കടകളിൽ പറഞ്ഞ് ഓണസദ്യ അറേഞ്ച് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് കഴിക്കും. പോലീസ് വരാന്തയിൽ നമ്മുടെ ചങ്ങാതിമാരായ ഇതുപോലെയുള്ള ക്രിമിനൽ സൈഡിലേക്ക് പോയവരും അവർക്കും ഓണം ഉണ്ട്. അവർക്കും ഞങ്ങൾ ഇലയിട്ട് അവിടെ ഓണം കൊടുക്കും. വളരെ നന്ദിയോടെ അവർ അത് കഴിച്ചിട്ട് പോകും. പിന്നെ അവർ പോയി അവരുടെ പ്രവർത്തികൾ തന്നെ ഇടപെടും. ഞങ്ങൾ അറസ്റ്റ് ചെയ്യാതിരിക്കാനും കഴിയില്ല. അതങ്ങനെ പോകും. പക്ഷേ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഒരേ നിലവാരത്തിൽ എല്ലാവരെയും കാണും. അതിനകത്ത് ക്രിമിനലെന്നോ, അതിനകത്ത് പ്രോസ്റ്റിറ്റ്യൂട്ടെന്നോ, അല്ലെങ്കിൽ അവിടെ കള്ളന്മാരെന്നോ ഗുണ്ടകളെന്നോ കാണാതെ ആ സമയത്ത് പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് ഞങ്ങൾ കാണുന്നവരെ വിളിച്ചിരുത്തി അവർക്ക് സുഭിക്ഷമായ ഓണം സദ്യ കൊടുത്ത് പറഞ്ഞയക്കുന്ന കാര്യം ഇപ്പോഴെനിക്ക് ഓർമ്മ വരുന്നു.